നമ്മുടെ മേജർ ഡെസേർട്ട് ആണല്ലോ അവിടെ പായസം എന്ന് പറഞ്ഞാൽ, അത് കടലപ്രഥമനായിക്കോട്ടെ അല്ലെങ്കിൽ അടപ്രഥമനായിക്കോട്ടെ പാൽപ്പായസം ആയിക്കോട്ടെ. അപ്പം ഈ 3 ഐറ്റംസും മിക്കവാറും പായസത്തിലൊക്കെ മിക്കവാറും എല്ലാവരും വിളമ്പാറുണ്ട്. വെള്ളപ്പായസം ഉണ്ടാവും, ഒരു പ്രഥമൻ ഉണ്ടാവും അല്ലേ. പലപ്പോഴും നമ്മുടെ ഒരു കോമ്പിനേഷൻ പഴവും പായസവും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ കടലപ്രഥമനൊക്കെ ഏകദേശം പ്രോട്ടീൻ റിച്ച് ആണ്, കാരണം കടലയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, കടലപ്പരിപ്പ്. അപ്പം അതിൽ നമ്മുടെ ശർക്കരയുടെ അളവ് കുറയ്ക്കുക. പിന്നെ നെയ്യൊക്കെ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കുക. അതിൽ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഇസ് എ വെരി ഗുഡ് ഹെൽത്തി ഫാറ്റ്. അപ്പം ഇതെല്ലാം ശരിക്കും ഹെൽത്തി സാധനങ്ങളാണ്. പക്ഷേ ആ ജാഗരി, അതായത് നമ്മുടെ ശർക്കര അതിൽ പെടുമ്പോഴത്തേക്ക് അതിൻ്റെ കാലറിഫിക് വാല്യൂ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശർക്കരയുടെ അളവ് കുറയ്ക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്, ഈ പഴം അതിൻ്റെ കൂടി മിക്സ് ചെയ്യാതിരിക്കുക. കാരണം പഴവും ഭയങ്കര കാലറിഫിക് വാല്യൂവിൽ ഭയങ്കര ഡെൻസാണ്, ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിൽ കയറും. അപ്പം പഴം ഒഴിവാക്കിയിട്ട് നമ്മൾ പ്രഥമൻ, കടലപ്രഥമൻ അതുപോലത്തെ ഉള്ള പായസങ്ങൾ കുടിക്കുക. ഇനി ബോളിയും പാൽപ്പായസം ആയിക്കോട്ടെ, നമുക്കറിയാം പാല് മിക്കവാറും നമ്മൾ ഗട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഗട്ട് ഹെൽത്തിനെ ഫോക്കസ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പാല് ഒഴിവാക്കാൻ പറയും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മിക്കവാറും അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് കൊതി തോന്നി കുറച്ച് കഴിക്കണം തോന്നിയാലും എഗെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അളവ് വളരെ കുറച്ച് എടുക്കുക. ബോളി കുറച്ച് എടുക്കുക, പക്ഷെ ബോളിയും ഉണ്ടാക്കുമ്പോഴത്തേക്ക് പലപ്പോഴും അതിൽ മധുരം കൂടാതെ നമ്മൾ ശ്രദ്ധിക്കണം. മിക്കവാറും റെഡിമെയ്ഡ് ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ അഥവാ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ പഞ്ചസാര ശർക്കരയ്ക്കൊക്കെ പകരം നമുക്ക് വേണമെങ്കിൽ സ്റ്റീവിയ ഉപയോഗിക്കാം. കാരണം സ്റ്റീവിയയുടെ ഗുണമെന്ന് വെച്ചാൽ അത് മധുരം തരികയും ചെയ്യും, പക്ഷെ അത് കാലറീസ് കൂട്ടുകയില്ല. അപ്പോൾ സ്വീറ്റ്നെസ് നമുക്ക് ലഭിക്കും. അല്ലാണ്ട് നമ്മുടെ ഒരു സദ്യനെ നമ്മൾ ബോറിംഗ് ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വി ക്യാൻ മേക്ക് ഇറ്റ് ഹെൽത്തി ആൻഡ് നമ്മുടെ വെയിറ്റ് കൂടാതെ അല്ലെങ്കിൽ നമുക്ക് ഗട്ട് ഹെൽത്ത് ഡിസ്റപ്റ്റ് ചെയ്യാതെ നമുക്ക് സദ്യ ഉണ്ടാകാനായിട്ട് സാധിക്കും. താങ്ക് യു.